പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് പി.വി. ഗംഗാധരന്റെ ഓർമ്മയ്ക്കായി കോഴിക്കോട് നഗരത്തിൽ പി.വി. ഗംഗാധരന്റെ നാമകരണത്തിലുള്ള റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ നാമകരണം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. പി.വി. ഗംഗാധരന്റെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ കോഴിക്കോട് നഗരത്തിലെ റോഡിന് പി.വി. ഗംഗാധരന്റെ പേര് നൽകിയത്. പുഷ്പ ജംഗ്ഷനിൽ തുടങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പി.വി. ഗംഗാധരൻ റോഡ് എന്നറിയപ്പെടും. സ്പീക്കർ എൻ ഷംസീറാണ് റോഡിന്റെ നാമകരണം നടത്തിയത്. ടൗൺ ഹാളിലെ ഫോട്ടോ അനാച്ഛാദനവും സ്പീക്കർ നിർവഹിച്ചു. അനുസ്മരണ സമ്മേളനം എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സിനിമയും രാഷ്ട്രീയവും സാമൂഹിക പ്രവർത്തനവും എല്ലാം ചേർന്നാൽ അത് PVG ആണ്. PVGയുടെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണവും ഒപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റോഡും ഇന്നിവിടെ നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഓർക്കാൻ നിങ്ങൾ വിളിച്ചു ചേർത്ത ഈ ഒരു അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും എത്തിച്ചേർന്നു തിരക്കുകൾ മാറ്റിവെച്ച് എന്നുള്ളത് എത്രമാത്രം PVGയെ അവർ റിഗാർഡ് ചെയ്യുന്നതിന്റെ തെളിവാണ്. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് പി.വി. ഗംഗാധരന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഗംഗേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഓർമ്മിക്കലുണ്ടാകുമെന്ന്, അല്ലെങ്കിൽ അത് അങ്ങനെ അദ്ദേഹത്തിന് ഓർമ്മിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാര്യം അത്രയും പ്രസന്നമായ ഒരു സാന്നിധ്യമായിരുന്നു പി.വി. ഗംഗാധരൻ. സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് കോഴിക്കോടിൻ്റെ ശബ്ദം ഗംഗേട്ടനാണ്. കാര്യം അത് മോഹൻലാൽ തൊട്ട് ഇങ്ങേറ്റത്തുള്ള എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ കോഴിക്കോടുള്ള കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഗംഗേട്ടനെ വിളിക്കാം എന്ന് പറയും. PVG എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു. അനുകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് PVG. രാജൻ പാടൂരിനുള്ള കൈത്താങ് സഹായം സത്യൻ അന്തിക്കാട് കൈമാറി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, PV ചന്ദ്രൻ, മറ്റു രാഷ്ട്രീയ നേതാക്കളായ MV ശ്രേയസ് കുമാർ, CK പത്മനാഭൻ, K പ്രവീൺ കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.